നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 293rd day. Today 64th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 293ാമത്തെ ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 64ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. ഓം തത്സത്. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 64ാമത്തെ ശ്ലോകം. ഭാഗ്യോദയോധുനാജാത ആത്മദേവസ്യ പശ്യത ദേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ഓം തത്സത്. ഭാഗ്യോദയോധുനാജാത ആത്മദേവസ്യ പശ്യത ദേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ഓം തത്സത്. ജനങ്ങൾ ഇപ്രകാരം പറയാൻ തുടങ്ങി. ആത്മദേവന് ഇപ്പോൾ ഭാഗ്യോദയമായിരിക്കുന്നു. ധേനുവിനുണ്ടായ ദിവ്യനായ ദിവ്യസ്വരൂപിയായ ഈ ബാലകനെ നോക്കുവിൻ എന്ന് ജനങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ധേനു പ്രസവിച്ച ബാലൻ നോക്കൂ, അവനെ ദൈവരൂപം ദൈവത്വമുള്ള കൗതുകകരമായ ഈ ശിശുവിനെ നോക്കൂ. ആത്മദേവന് സ്വയം ഒരു സന്താനമുണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം പശുവിനും ഒരു ബാലകൻ ജനിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും കാണാൻ വന്നു. കാണാൻ വന്ന ജനങ്ങളെല്ലാം ഇപ്രകാരം പറഞ്ഞു, ആത്മദേവന് ഉണ്ടായ ഭാഗ്യം നോക്കൂ, ഭാഗ്യം ഉണ്ടായിരിക്കുന്നു ആത്മദേവന്. പശുവിന് പോലും ബാലനെ ഉണ്ടായിരിക്കുന്നു, അതും ദിവ്യരൂപിയായ അതികൗതുകകരമായ ഒരു ബാലനെ പശു പ്രസവിച്ചിരിക്കുന്നു. നോക്കുവിൻ നോക്കുവിൻ എന്ന് ജനങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭാഗ്യോദയോധുനാജാത ആത്മദേവസ്യ പശ്യത. പശ്യത എന്ന് പറഞ്ഞാൽ കാണുക, കാണുക എന്ന്. ധേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ധേനു ഒരു ബാലനെ പ്രസവിച്ചിരിക്കുന്നു, ദേവരൂപമായിട്ടുള്ള അതികൗതുകമായ എന്നാണ് എണ്ണാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.